ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആൽബിനോ സ്പോട്ടഡ് കാറ്റ്ഫിഷ് ടാങ്കിൽ നമ്മൾ ഓവർഫ്ലോ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഒരു ഓവർഫ്ലോ നിങ്ങൾക്ക് കാണാം, പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഇനി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലേക്ക് നമ്മളൊരു എക്സ്റ്റൻഷൻ കൂടി കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ തുടക്കത്തിൽ ചെറിയൊരു PVC കൊണ്ട് ഉണ്ടാക്കിയ ഓവർഫ്ലോ സൈഫണാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മളത് വലിയ സൈസിലേക്ക് മാറ്റുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ചെറിയ സൈഫൺ എടുത്ത് മാറ്റിയിട്ട് പുതിയ ഒരു 25 mm PVC ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓവർഫ്ലോ സൈഫൺ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിലേക്ക് നമ്മൾ എക്സ്റ്റൻഷനും കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. പല ആൾക്കാരും അങ്ങനെ ചെയ്യാറില്ല, ഞാനും ഒരു വീഡിയോയിൽ കണ്ടതാണ്. മുമ്പ് നമ്മൾ ടാങ്കിലെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് PVC സൈഫൺ ഉണ്ടാക്കിയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ആ ചേട്ടൻ്റെ സെയിം വീഡിയോ തന്നെയാണ് ഈ ഒരു ഓവർഫ്ലോ സൈഫണിൻ്റെ കാര്യം പറയുന്നത്. അതായത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു കണക്ഷനിലേക്ക് നമ്മളൊരു എക്സ്റ്റൻഷൻ കൂടി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുള്ളാണ്. കാരണം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് പല ആൾക്കാരും ഈ ഒരു ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് മുകളിലേക്ക് വെള്ളം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു PVC വഴി അല്ലെങ്കിൽ ഓവർഫ്ലോ സൈഫൺ വഴി വെള്ളം പുറത്തേക്ക് പോകും. അങ്ങനെ മഴവെള്ളം വീണ് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഇതുപോലുള്ള ചെറിയ സൈഫണാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ താഴേക്കാണ് കൊടുത്തിട്ടുള്ളത് ടാങ്കിൻ്റെ ഉള്ളിലേക്ക്. അവിടെ നിന്ന് പ്രത്യേകിച്ച് അഴുക്ക് കാര്യങ്ങളൊന്നും പുറത്തേക്ക് വലിഞ്ഞു പോകില്ല. പക്ഷേ നമ്മൾ അതിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ എടുത്ത് ഈ ടാങ്കിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഴവെള്ളം വീണ് വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ അടിഭാഗം ക്ലീൻ ആവുകയും ചെയ്യും. അത് അടിഭാഗത്തുള്ള അഴുക്കും ആ വെള്ളവും കൂടി ഒരുമിച്ച് പുറത്തേക്ക് പൊക്കോളും. മഴക്കാലത്ത് എന്തായാലും നമ്മളെല്ലാവരും ഇതുപോലെ ഓവർഫ്ലോ സൈഫൺ സെറ്റ് ചെയ്ത് കൊടുക്കുന്നവരായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്റ്റൻഷൻ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്ക് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലീൻ ആയിക്കോളും. അതിനായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് വാട്ടർ ചേഞ്ചിനായിട്ട് ഒരു PVC സൈഫൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മളൊരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സെയിം എക്സ്റ്റൻഷൻ തന്നെയാണ് നമ്മൾ ഇതിലേക്കും ഉണ്ടാക്കി കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ കാണുന്നത് സിമ്പിളായിട്ടുള്ള ഓവർഫ്ലോ സൈഫൺ സെറ്റപ്പാണ്. ഇതിൻ്റെ അടിഭാഗത്ത് പ്രത്യേകിച്ച് എക്സ്റ്റൻഷൻ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു തട്ടലും മുട്ടലൊക്കെ വരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിയും. ഈ സൈഫണിൻ്റെ ആ ഒരു എൽബോ കണ്ടില്ലേ, അവിടെ എപ്പോഴും വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരിക്കും. രാത്രി പൂച്ചകളൊക്കെ വന്ന് വെള്ളം കുടിക്കാറുണ്ട്, രാവിലെ നോക്കുമ്പോൾ ഇത് ചെരിഞ്ഞിരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാൻഡ് പോലെ നിന്നോളും, അനങ്ങൊന്നുമില്ല. നമ്മൾ വാട്ടർ ചേഞ്ചിന് ഉണ്ടാക്കിയ സൈഫണിൻ്റെ പോലെ ഈ കാണുന്ന ബ്ലാക്ക് ആണ് നമ്മൾ വാട്ടർ ചേഞ്ചിനായിട്ട് ഉണ്ടാക്കിയ സൈഫൺ. ഇത് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഊരിക്കൊണ്ട് വന്ന സൈഫണാണ്. വാട്ടർ ചേഞ്ചിനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സൈഫൺ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, നമ്മൾ 2-3 വീഡിയോക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ ഇരിക്കുന്ന ബ്ലാക്ക് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ടാങ്കിലെ വാട്ടർ ചേഞ്ചും ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ആ ടാങ്കിലേക്ക് ഇപ്പോൾ കാണിച്ച ആ സെയിം ടാങ്കിലേക്ക് ഉണ്ടാക്കിയ വാട്ടർ ചേഞ്ചിനായിട്ട് ഉണ്ടാക്കിയ സൈഫണാണ്. ഈ സൈഫൺ ഉപയോഗിച്ച് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോസൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഈ കാണുന്ന രീതിയിലുള്ള ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഓവർഫ്ലോ സൈഫണിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡ് പോലെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ചെയ്യും. ഓവർഫ്ലോ പ്രോപ്പറായിട്ട് വർക്കും ചെയ്തോളും. അഴുക്ക് കാര്യങ്ങളെല്ലാം ഈ ജോയിൻറ്റ് വഴി 2 സൈഡ് 4 ഹോൾ വഴി വലിഞ്ഞ് പുറത്തേക്ക് പൊക്കോളും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കാണുന്ന എക്സ്റ്റൻഷൻ കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലുള്ളത്, അവിടെ നമുക്ക് ഹോൾസും ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഈ ഓവർഫ്ലോ സൈഫണിലും ഈ പറഞ്ഞ പോലെ വാട്ടർ ചേഞ്ച് സൈഫണിലും നമുക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ നമുക്ക് ഡ്രിൽസ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോൾഡറിങ് അയൺ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കമ്പി ചൂടാക്കിയിട്ട് ജസ്റ്റ് റാൻഡം ആയിട്ട് ആ ടീൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഹോൾസ് വഴിയും വെള്ളവും അഴുക്കും വലിഞ്ഞ് പുറത്തേക്ക് പൊക്കോളും. ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഈ ജോയിൻറ്റുകൾ വഴിയുള്ള 4 ഹോൾസ് വഴിയാണ് വെള്ളം പുറത്തേക്ക് പോകുന്നത്. ഹോൾസ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം അഴുക്കും വെള്ളമൊക്കെ അടിഭാഗത്ത് നിന്ന്, അതായത് ടാങ്കിൻ്റെ അടിഭാഗത്ത് നിന്ന് വലിഞ്ഞ് പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ പുതിയ ഓവർഫ്ലോ സൈഫൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 25 mm വയറിങ്ങിൻ്റെ PVCയും ജോയിൻസൊക്കെ നിങ്ങൾക്ക് അപ്പുറത്ത് കാണാം, നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, ജസ്റ്റ് 10-15 മിനിറ്റ് മതി നമുക്ക് സാധനം സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഇതേ സാധനം ഉണ്ടാക്കി ടാങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്. കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് സാധനം വർക്കായില്ല, കാരണം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ ആ ഒരു സൈഫൺ പുറത്തേക്ക് എടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എടുത്ത് അത് വർക്കിംഗ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇപ്പോൾ കുറച്ച് വെള്ളം കണ്ടില്ല, അതിൽ നിന്ന് പുറത്ത് പോകുന്നത് കണ്ടില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പഴയ സൈഫണും പുതിയ സൈഫണും തമ്മിൽ ചെറുതായിട്ട് അളവിലൊരു ഡിഫറൻസ് വന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ആ അളവിൻ്റെ ഡിഫറൻസ് വലിയ ഇഷ്യൂ ഒന്നുമില്ല, ചെറിയൊരു ലെവലിൻ്റെ ഡിഫറൻസ് ആണ് വന്നത്. അപ്പോൾ ഈ ചെറിയ സൈഫൺ വെക്കുമ്പോൾ കുറച്ചും കൂടി ലെവൽ മുകളിലേക്ക് വെള്ളം നിൽക്കുമായിരുന്നു, ഇപ്പോൾ കുറച്ചൊന്ന് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് സേഫ് ലെവൽ തന്നെയാണ്, കാരണം ഇതിനകത്ത് മുഷികളൊക്കെയാണ് കിടക്കുന്നത്, ഒരു ചാടുന്ന മീനുകളാണ്. അപ്പോൾ ഇത് വെച്ചപ്പോൾ ആ ലെവൽ കറക്റ്റാണ്. കണ്ടില്ലേ, കുറച്ച് വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിൻ്റെയാണ്. സൈഫണിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ കണ്ടില്ലേ, ആ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ലെവൽ, ഈ ലെവലാണ് ശരിക്കും വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. ഉള്ളിൽ ഈ ലെവലാകുമ്പോഴാണ് വെള്ളം സ്റ്റോപ്പ് ആവുന്നത്. കണ്ടില്ലേ, സൈഫൺ സക്സസ്ഫുൾ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. 25 mm PVC ആണ്. ഞാൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കാണ് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇതിനകത്തുള്ള വെള്ളം കുറച്ച് എക്സസ് ആയിട്ടുള്ളത് പുറത്തേക്ക് പോകുന്നതാണ്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം ഡയറക്റ്റ് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം വെള്ളം, നല്ല വോള്യത്തിൽ വെള്ളം പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. മഴവെള്ളം ടാങ്കിലേക്ക് വീഴുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് കാണാം.
അത് എല്ലാ സൈഫണുകളും നോർമലായിട്ട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റൻഷനും കൂടി കൊടുത്തിട്ടുണ്ട് ടാങ്കിൻ്റെ മധ്യഭാഗത്തേക്ക്. അപ്പോൾ മാക്സിമം അഴുക്കും വെള്ളം എല്ലാം മഴ പെയ്യുമ്പോൾ പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ ടാങ്ക് നാച്ചുറലായിട്ട് തന്നെ ക്ലീൻ ആയിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അടിയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ടി എക്സ്റ്റൻഷൻ അതിൽ നിങ്ങൾ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾഡറിങ് അയണോ അല്ലെങ്കിൽ ജസ്റ്റ് കമ്പി ചൂടാക്കിയിട്ട് ജസ്റ്റ് കുത്തിയാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രില്ല് ഉണ്ടെങ്കിൽ ഡ്രില്ല് വെച്ച് നിങ്ങൾക്ക് ഹോൾസ് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ മാക്സിമം ആ ടി ജോയിൻറ്റ് മൊത്തം ഹോൾസ് വരുമ്പോൾ മാക്സിമം അഴുക്കും കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പൊക്കോളും. അതൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കണ്ടില്ല, ഞാനിപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കിയിരുന്നു. യാതൊരു ഇളക്കോ കാര്യങ്ങളൊന്നുമില്ല. മുമ്പത്തെ സൈഫണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ടി എക്സ്റ്റൻഷൻ കൊടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇത് സോളിഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ജസ്റ്റ് തട്ട് മുട്ടൊന്നും ചെയ്താൽ ഇത് അനങ്ങില്ല. വെള്ളത്തിൻ്റെ ഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. ഈ കാണുന്ന ആ ഒരു സൈഫണിൻ്റെ ലെവലിലേക്ക് ടാങ്കിൻ്റെ ഉള്ളിൽ വെള്ളം എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഫൺ ഉണ്ടാക്കുന്നതിന് മുമ്പ്, അളവെടുക്കുന്നതിനൊക്കെ മുമ്പ് നമുക്ക് എത്ര വെള്ളമാണോ വേണ്ടത് ആ ലെവൽ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം വേണം നമ്മൾ അളവ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ വെള്ളം വറ്റി പോയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ടോപ്പ് അപ്പ് ചെയ്ത് വെള്ളം ലെവലാക്കി കൊടുക്കുക. ഓവർഫ്ലോ സൈഫൺ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടാങ്കുകൾ ഈ ഒരു ടാങ്കും പിന്നെ നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കുമാണ്. അതിനകത്തും സാധാരണ രീതിയിലുള്ള സൈഫണാണ് ഇരിക്കുന്നത്. അതിലേക്കും ഞാൻ ഈ രീതിയിലുള്ള സൈഫൺ സെറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വാട്ടർ ചേഞ്ചിനുള്ള സൈഫണും ഉണ്ടാക്കാനുണ്ട്. ബാക്കി എല്ലാത്തിലേക്കും ഇപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ചിനുള്ള സൈഫൺ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഈ ടാങ്കിലേക്ക് നമ്മൾ വാട്ടർ ചേഞ്ചും ഈ ഓവർഫ്ലോ സൈഫണും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഓവർഫ്ലോ സൈഫൺ ആണെങ്കിലും വാട്ടർ ചേഞ്ചിനുള്ള സൈഫൺ ആണെന്നുണ്ടെങ്കിലും ഭൂമിക്ക് മുകളിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടാങ്കുകളിലും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ചീപ്പായിട്ടുള്ള വയറിങ്ങിൻ്റെ PVCയും ജോയിൻറ്റും വാങ്ങിയിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മഴക്കാലത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് മഴവെള്ളം വീഴുന്നു, വെള്ളം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ അടിഭാഗം ഓട്ടോമാറ്റിക്കലി നാച്ചുറലായിട്ട് ക്ലീൻ ആവുന്നു. ഇനി വേനൽക്കാലത്തും ഈ ഒരു ഓവർഫ്ലോ സൈഫൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ ക്ലീനിങ് ഒക്കെ നടത്താം. അതായത് ജസ്റ്റ് വെള്ളം ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള വെള്ളം ഈ ഒരു ഓവർഫ്ലോ സൈഫൺ വഴി പുറത്തേക്ക് പോകും. അപ്പോൾ നാച്ചുറലായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അടിഭാഗം ക്ലീൻ ആയിക്കോളും. അതായത് പെട്ടെന്ന് നമുക്ക് വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യാനുള്ള സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു പരിപാടി ചെയ്യാം. ടാങ്കിൽ മീനുകളുടെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നതിന് പകരം ഈ ഒരു പരിപാടി ചെയ്തൊക്കെ കുറേ നാൾ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റും. അല്ല, മീനിൻ്റെ എണ്ണം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് നല്ലത്, ഇതുപോലെ ഈ ടോപ്പ് അപ്പിങ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 25% വെള്ളം മാറ്റി കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള 25 mm വയറിങ്ങിൻ്റെ PVC ആണ്. 3 മീറ്ററിൻ്റെ വലിയ പീസായിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. 45 രൂപ പ്രൈസ് വരുന്നുള്ളൂ. പിന്നെ ടീയും എൽബോ ജോയിൻറ്റും ആണ്. അതിന് 8-10 രൂപയ്ക്കാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് കാണിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ശരിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചത്. ഇനി ഞാനത് ഫുള്ളായിട്ട് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് സെറ്റപ്പ് വരുന്നത്. നമ്മൾ അടിഭാഗത്ത് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ടി എക്സ്റ്റൻഷൻ കണ്ടില്ലേ. ഇതിപ്പോൾ ഈ ടി ഉള്ളതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് സ്റ്റാൻഡ് പോലെ നല്ല ഫിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും തട്ടോ മുട്ടോ വന്നാലൊന്നും ഇത് അനങ്ങില്ല. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ഫംഗ്ഷൻ മാത്രമല്ല, ഇത് സെൻറ്ററിലേക്ക് പോയിട്ടുള്ളത് കൊണ്ട് മാക്സിമം അഴുക്കും അതുപോലെ തന്നെ വെള്ളവും കാര്യങ്ങളെല്ലാം അടിഭാഗത്തു നിന്ന് മൊത്തം പുറത്തേക്ക് പൊക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാണുന്ന എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ ടി, അതിൽ നിങ്ങൾക്ക് ഹോൾസ് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പരിസരത്തുള്ള വെള്ളവും അഴുക്കും എല്ലാം കൂടി ഈ ഒരു ഹോൾസ് വഴി പുറത്തേക്ക് പൊക്കോളും. ഇപ്പോൾ എന്ന് പറയുന്നത് 4 ഹോൾസാണ് ഉള്ളത്. കണ്ടില്ലേ, അറ്റത്തുള്ള 2 ടി ജോയിൻ്റ് ഉണ്ട്. ആ ടി ജോയിൻറ്റിൽ 4 ഹോൾസാണ് ഉള്ളത്. ഇവിടെ കണ്ടില്ലേ, ഈ 4 ഹോൾസ് വഴിയായിരിക്കും വെള്ളം കൂടുതലും വലിഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലുള്ള അഴുക്കായിരിക്കും കൂടുതലും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഹോൾസും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള വെള്ളവും അഴുക്കും കൂടി പുറത്തേക്ക് പൊക്കോളും. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. അത് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നാണ് വെള്ളം വീഴുന്നത്, അടിഭാഗത്ത് നിന്ന് വെള്ളം വലിഞ്ഞു പോകുന്നു. അപ്പോൾ കൂടുതലും സെൻറ്റർ ഭാഗത്തുള്ള, നമ്മളിപ്പോൾ സെൻറ്ററിലേക്കാണ് ഈ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലും സെൻറ്റർ ഭാഗത്തുള്ള അഴുക്കായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ബാക്കി സൈഡുകളിലുള്ളത് പോകാൻ, അതായത് ഇതിലേക്ക് വലിഞ്ഞു വരാനായിട്ടുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ചെറിയൊരു സർക്കുലേഷൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ നമ്മളൊരു സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഫൗണ്ടനായിട്ട് ചാടിക്കുകയാണ് ചെയ്യുന്നത് എയറേഷന് വേണ്ടിയിട്ട്. അതുപോലെ ഒരു സബ്മേഴ്സിബിൾ പമ്പ് നമ്മൾ വെള്ളത്തിൽ എയറേഷന് വേണ്ടി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് വെള്ളത്തിലേക്ക് ഒരു ഫൗണ്ടൻ പോലെ ചാടിച്ചാൽ മതി. അപ്പോൾ വെള്ളത്തിലേക്ക് സർക്കുലേഷൻ വരും. അക്വേറിയത്തിനകത്ത് നമ്മൾ സബ്മേഴ്സിബിൾ പമ്പുകൾ വെക്കാറുണ്ട്, ഫിൽട്ടർ പമ്പുകൾ. അത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് വെള്ളത്തിനകത്ത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ഒരു സർക്കുലേഷൻ നമുക്ക് സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ച് ചെയ്യാം. നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ ഒരെണ്ണം ഓൾറെഡി ഇരിപ്പുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരെണ്ണം എയറേഷന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതായത് ഫൗണ്ടനായിട്ട് ജസ്റ്റ് ചാടിക്കുകയാണ്. അപ്പോൾ എയറേഷൻ കാര്യങ്ങളൊക്കെ നാച്ചുറലായിട്ട് തന്നെ വന്നോളും. അപ്പോൾ അത് ഉപയോഗിച്ച് തന്നെ നമുക്ക് മഴക്കാലത്ത് ഒരു സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വേനൽക്കാലത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓവർഫ്ലോ സൈഫൺ വഴി വെള്ളം പുറത്തേക്ക് പോകും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സർക്കുലേഷൻ്റെ ആവശ്യമില്ല. വെള്ളം നമ്മൾ ഇതിലേക്ക് ടോപ്പ് അപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വെള്ളം ഒന്ന് ഇളകി സർക്കുലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു എജിറ്റേഷൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ മാക്സിമം അഴുക്ക് പുറത്തേക്ക് പോകാനായിട്ട് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത് മഴക്കാലത്താണ്. അത് വളരെ നല്ല രീതിയിൽ ടാങ്ക് ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ സെൻറ്ററിലേക്ക് ഒരു എക്സ്റ്റൻഷൻ കൊടുത്ത് വെച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഫ്ലാറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം അടിഭാഗം നമ്മൾ സ്ലോപ്പ് ആയിട്ട് ചെയ്യുക. അപ്പോൾ സ്ലോപ്പ് ഉള്ള ഭാഗത്തായിരിക്കും അഴുക്ക് വന്ന് അടിഞ്ഞു കൂടുന്നത്. ഈ എക്സ്റ്റൻഷൻ നേരെ ആ ഒരു സ്ലോപ്പിലേക്ക് വെച്ച് കൊടുത്താൽ മതി.
ടാങ്കുകൾ സെറ്റ് ചെയ്യുമ്പോൾ പല ആൾക്കാരും അങ്ങനെ ചെയ്യാറുണ്ട്. സെൻറ്ററിലേക്ക് ഒരു ഡെൻറ്റ് പോലെയൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് അവിടെ നിന്നായിരിക്കും സ്ലറി കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നത്. ഇതിലേക്ക് വെള്ളം നിറയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഇനി അറിയാത്തവർക്കായിട്ട് പറയുകയാണ്, ഈ ഒരു സൈഫൺ നമ്മൾ ഈ ടാങ്കിനകത്തേക്ക് മുക്കി വെള്ളം നിറച്ചതിന് ശേഷം നേരെ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഈ ഒരു ഫുൾ സിസ്റ്റം എനിക്ക് ഇതേപോലെ തന്നെ വെള്ളം നിറയ്ക്കാനായിട്ട് പറ്റി. അതായത് വലിയ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എടുത്ത് മുക്കി നമുക്ക് വെള്ളം നിറച്ച് നേരെ പുറത്തേക്ക് എടുത്ത് വെക്കാം. എന്നാൽ നിങ്ങളുടെ ടാങ്കിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇപ്പോൾ കുറച്ച് താഴ്ന്ന എന്താ പറയുക ആഴമില്ലാത്ത ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ പിടിച്ച് മുക്കി വെള്ളം നിറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിൽ കാണുന്ന ടി എക്സ്റ്റൻഷൻ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഈ യു ഷേപ്പിലുള്ള സാധനം മാത്രം വെള്ളത്തിൽ മുക്കി നിറച്ച് പുറത്തേക്ക് എടുത്ത് വെക്കുക. അപ്പോൾ വെള്ളം പോകാനായിട്ട് തുടങ്ങും. എന്നിട്ട് ഈ ഒരു ടി സെക്ഷൻ എടുത്ത് വെള്ളത്തിൽ മുക്കി അടിയിൽ കൊണ്ട് ജോയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇതേപോലെ മുക്കി വെള്ളം നിറയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് എക്സ്റ്റൻഷൻ ഊരി നിറച്ചിട്ട് ആദ്യം വെക്കുക. അതിനുശേഷം എക്സ്റ്റൻഷൻ പിന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് അടിയിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളി സംഭവം തന്നെയാണ് ഇത്. മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മൾ 2 സൈഫണുകൾ ഉണ്ടാക്കി കാണിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ ഓവർഫ്ലോ സൈഫൺ വിത്ത് എക്സ്റ്റൻഷൻ കാണിച്ചു. അതുപോലെ തന്നെ മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സൈഫൺ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് അയച്ചു തരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ ലെവൽ ഗ്രൗണ്ടിലുള്ള ടാങ്കുകളിൽ നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹോസ് കൊണ്ടുവന്ന് ഒരറ്റം ഇതിലേക്ക് ഇട്ട് മറ്റേ അറ്റം പുറത്തേക്ക് ഇട്ട് പിന്നെ ഒരറ്റം പിടിച്ച് ഡാൻസ് കളിക്കുന്നതിനേക്കാൾ വളരെയധികം യൂസ്ഫുൾ ആണ് ഇത്തരത്തിലുള്ള സൈഫണുകൾ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ വെക്കാം. സോളിഡ് ആയിട്ട് സ്റ്റഡി ആയിട്ട് തന്നെ നിന്നോളും. സൈഫണിൻ്റെ പണി ചെയ്തോളും, നമുക്ക് നമ്മുടെ പണി ചെയ്യാം. വെള്ളം ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തും അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പുകൾ ഉപയോഗിച്ച് നമുക്ക് വെള്ളത്തിൽ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടും. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ ഐഡിയയിൽ ചെയ്തതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വയറിങ്ങിൻ്റെ PVC വാങ്ങിയിട്ട് ഈ പറഞ്ഞ ഓവർഫ്ലോ സൈഫണും വാട്ടർ ചേഞ്ച് സൈഫണൊക്കെ ഉണ്ടാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മളിതേ ഇപ്പോൾ ടാങ്കിലേക്ക് കുറച്ച് അഡീഷണൽ വെള്ളം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി പമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഓവർഫ്ലോ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി പ്രഷറിൽ വെള്ളം വരുന്നുണ്ട്. വാട്ടർ ലെവൽ കറക്റ്റ് ആകുമ്പോൾ തന്നെ അത് നോർമലായിട്ട് തന്നെ സ്റ്റോപ്പ് ആയിക്കോളും. അപ്പോൾ മഴ പെയ്യുമ്പോൾ ഓവർഫ്ലോ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു സംഭവം നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ കൂടി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. നമ്മൾ ടാങ്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊരു സ്ലോപ്പ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ സ്ലോപ്പ് ഉള്ള ഭാഗത്തേക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.